ബംഗളൂരു ബൌറിംഗ് ആശുപത്രിക്ക് സമീപം ശക്തമായ വേനൽ മഴയിൽ മതിലിടിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 3 മലയാളികൾക്ക് പരിക്കേറ്റു. വിനോദയാത്രയ്ക്ക് എത്തിയ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. മഴയിൽ നിന്ന് രക്ഷ നേടി മതിലിന് സമീപം നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. സജു ചാമക്കാലയിൽ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, വളരെ സങ്കടകരമായൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സജു ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ ഉള്ളത്. എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്? നമ്മളിപ്പോൾ ആശുപത്രിയിലാണ് നിൽക്കുന്നത്. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് അതിശക്തമായിട്ടുള്ള മഴയാണ് ബംഗളൂരുവിൽ പെയ്തത്. ഈ മഴയിൽ നിന്ന് ശമനം നേടുന്നതിന് വേണ്ടി ബൗറിംഗ് ആശുപത്രിക്ക് സമീപം മതിലിനോട് ചേർന്ന് വലിച്ചു കെട്ടിയിരുന്ന വലിയൊരു ടാർപോളിന് കീഴിലേക്ക് കയറി നിന്നവർക്കാണ് ഈ ഒരു അപകടം പറ്റിയത്. അതായത് ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയ കുടുംബശ്രീയുടെ അംഗങ്ങളായിരുന്നു അതിലുണ്ടായതിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലത, സ്മിത എന്നിവർക്കാണ്. ഇവർ എറണാകുളം രാമമംഗലം സ്വദേശികളാണ്. 56 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം അവർ ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയതിനു ശേഷം ഇവരിപ്പോൾ അതായത് ഈ ശിവാജി നഗറിലെ മാർക്കറ്റിൽ പർച്ചേസിങ്ങിന് ശേഷമാണ് അവർ ഇവിടേക്ക് മാറി വന്നത്. അതിനുശേഷം അപ്പോൾ ഒരു വലിയ മഴ പെയ്യുകയും ഈ മഴയ്ക്ക് പിന്നാലെയാണ് ഇവർ മഴയിൽ നിന്ന് ശമനം നേടുന്നതിന് വേണ്ടിയാണ് അവർ ഈ ടാർപോളിൻ ഷീറ്റിനടിയിലേക്ക് കയറുന്നത്. പക്ഷേ അതിശക്തമായ മഴയെ തുടർന്ന് ഈ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതായത് പ്രീതി, 51 വയസ്സുള്ള പ്രീതി, അതോടൊപ്പം തന്നെ 45 വയസ്സുകാരിയായ സിജി, 51 വയസ്സുകാരിയായ മായ. ഇവർ 3 പേരും മലയാളികളാണ്. 3 മലയാളികൾക്ക് പരിക്കേറ്റു. പക്ഷേ ഇവരുടെ പരിക്ക് അതിഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പർച്ചേസിംഗ് കഴിഞ്ഞ് ശിവാജി നഗറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തായിരുന്നു ഈ മഴ പെയ്തത്. ഈ മഴ സമയത്ത് ഈ ടാർപോളിന് ശേഷം ടാർപോളിന് കീഴിലേക്ക് കയറുന്ന ഉടൻ തന്നെ ഈ മതിലിടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേരും മരിച്ചു. അവർ കർണാടക, പ്രത്യേകിച്ച് UP, അസം സ്വദേശികളാണ് മരിച്ചവർ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതുകൊണ്ട് തന്നെ അധികം മരണമുണ്ടായില്ല. 7 പേരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 3 പേർ മലയാളികളാണ്. അവരെ ഇപ്പോൾ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ മരിച്ച മലയാളികളുടെ ഉൾപ്പെടെ കുടുംബക്കാർ, ബന്ധുക്കൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ ഇതിനോടകം സജു? അമൃത, അവർ ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എറണാകുളം രാമമംഗലം സ്വദേശികളാണ്. ഇവർ കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവരുടെ യാത്രകളൊക്കെയും കഴിഞ്ഞ് പർച്ചേസിങ്ങിന് വേണ്ടി എത്തിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതായത് ഇവരുടെ പേരുവിവരങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ സ്മിത രഘു തെക്കേയിറമ്പിൽ കീഴുമുറി സ്വദേശിയാണ്. ലത മനക്കുടിയിൽ രാമമംഗലം സ്വദേശിയാണ് ലത. അതുപോലെ തന്നെ പരിക്കേറ്റവർ രാമമംഗലം സ്വദേശികളായ പ്രീതി, സിജി, മായ എന്നിവരാണ്. ഇപ്പോഴും ഇവിടെ വലിയ ആൾത്തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ബാക്കി 4 പേർ മരിച്ചതിൽ അതിൽ UP സ്വദേശിയുണ്ട്, അസം സ്വദേശിയുണ്ട്, കർണാടക സ്വദേശികളുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് വൈകിട്ടോടുകൂടി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിക്കേറ്റ മലയാളികളുടെ ഒപ്പം തന്നെ മറ്റ് പരിക്കേറ്റവരുടെ നില അതിഗുരുതരമല്ല. അവരൊക്കെ അപകട നില തരണം ചെയ്യുന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. മഴയെ തുടർന്ന് ഈ മഴയിൽ നിന്ന് ശമനം നേടുന്നതിന് വേണ്ടി ടാർപോളിന് കീഴിലേക്ക് കയറുന്നപ്പോഴായിരുന്നു ഈ മതിലിടിഞ്ഞ് ഇവർക്ക് മുകളിലേക്ക് വീഴുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. 7 പേരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ആശുപത്രിയിൽ തന്നെ ഉടൻ തന്നെ ഈ ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുവന്നതിൽ പോലും ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായാലും എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേരാണ് മരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. KC വേണുഗോപാൽ അടക്കം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.